ഇതിങ്ങനെ എടുക്കാം. എന്നാൽ പിന്നെ നമുക്ക് കാര്യങ്ങളിലൊക്കെ പറയുന്നത് നമ്മളപ്പം പോകുന്നത് എവിടെയാ? ഓ അവിടെ അല്ല, എവിടെ? നമ്മളിപ്പോൾ ജമ്മുവിലേക്കാണ് പോകുന്നത് കേട്ടോ. ജമ്മുവിലേക്ക് പോകേണ്ട പ്ലാനാണ്. ഒരു ഐഡിയ ഇല്ല. ജസ്റ്റ് ഹോട്ടലിൽ റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ ബസ് സ്റ്റോപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, ബസ് സ്റ്റാൻഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഡ്രൈവർ അടുത്ത് നിന്ന് തന്നെ ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഏതായാലും പോയി നോക്കട്ടെ. ബെൽഗ്രേഡ് നഗരത്തിൽ കൂടെ ഷമീറിനൊപ്പം സന്തോഷ്. നൈസായിട്ട് ബസ് മാറി. ബസ് മാറിയല്ല, റൂട്ട് മാറി. ഉറങ്ങിയിരുന്നു റൂട്ട് മാറിയൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ ഒരു ജമ്മു എന്ന് പറയുന്നത് ഒരു മൊത്തത്തിലൊരു ഏരിയക്കാണ് ജമ്മു എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ കരുതിയത് ജമ്മുവിൽ ഇറങ്ങിയിട്ട് ഈ മില്ലേനിയം ടവർ അല്ലെങ്കിൽ ഗർഡൂസ് ടവറിലേക്ക് നടക്കുന്ന ദൂരമേ ഉള്ളൂ എന്നാണ് കരുതിയത്. അപ്പോൾ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രശ്നമാണ്, മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പം അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയാണ്. പക്ഷേ നമ്മുടെ ഡ്രൈവർ വളരെ നല്ല മനുഷ്യനാണ്. പുള്ളിക്ക് തുടക്കം മുതലേ നമ്മളോട് കാശൊന്നും വേണ്ടെന്ന് പറഞ്ഞു, ചേഞ്ച് ഇല്ലാത്ത കാരണത്താൽ. വഴിയൊക്കെ തെറ്റി ഇവിടെ കറങ്ങി തിരിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പിലെത്തി. പുള്ളിക്ക് വീണ്ടും ഞാൻ പോയി മാപ്പൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞു, ഓക്കെ അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ എത്തുമ്പോൾ ഞാൻ പറയാം, നീ കാണുന്ന സ്ഥലത്ത് തന്നെ, എനിക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെ നീ ഇരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ തൊട്ടടുത്ത് തന്നെ പുള്ളിക്കാരനെ ഇരുത്തിയേക്കാണ് നമ്മളെ. പുള്ളിൻ്റെ സീറ്റ് ഇതുകൊണ്ട് ഓക്കെ, ഡ്രൈവർ സീറ്റ് അവിടെ, ഞങ്ങളത് തൊട്ട് ഇവിടെ സന്തോഷമായിട്ടാണ് ഇവിടെ ഇരിക്കുക. അപ്പോൾ ടോട്ടൽ എത്രയായി ടിക്കറ്റ് ചാർജ് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ചിരിച്ചോണ്ട് പറഞ്ഞു, ടിക്കറ്റ് ചാർജ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്താ സംഗതി ഞങ്ങൾക്ക് മനസ്സിലായില്ല. അത് ഭയങ്കര ഇതായിരുന്നു. ആദ്യമായിട്ടാണ് യാത്ര ചെയ്തിട്ട് ടിക്കറ്റ് ചാർജ് വേണ്ടെന്ന് പറയുന്നത്. എനിവേ നമുക്ക് ഈ ജമ്മുവിലുള്ള ഉൾനാടുകളിലൂടെയുള്ള ഒരു യാത്ര ഫ്രീ ആയിട്ട് കിട്ടി. പഴയ ബിൽഡിങ്ങുകളാണ്. പക്ഷേ റോഡ് സൈഡൊക്കെ നല്ല ക്ലീനാണ്. അതായത് വേസ്റ്റുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസുകളോ നല്ല കുപ്പിയോ കോട്ടയോ കവറുകളോ അങ്ങനെ ഐറ്റംസുകളോ. ഓ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചു. ഒരുപാട് നേരത്തെ ശ്രമത്തിന് ശേഷം നമ്മൾ അങ്ങനെ കണ്ടെത്തി. അതാ ദൂരെ കാണുന്നുണ്ടോ? അതെ, അത് നമുക്ക് എടുക്കണം. ഇത് മേലെ കയറിയിട്ട് ആ വ്യൂ കാണിക്കാന്ന് കരുതിയിട്ടാണ്. കിഡിലെന്ന് വെച്ചാൽ കിഡിലം വ്യൂ കേട്ടോ. കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. Correct. First time, that's the problem. Okay, thank you. Yeah.
അതെ 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 അതെ. ആ വിചാരിച്ച പോലെയല്ല, നടന്ന് 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 ആഫീസ് കൂട്ടും. 9:10 ഇതിൽ 9 ഇന്നത്തെയാണ്. അടിച്ചാലേ ഇനി ആ ക്ലോക്ക് ടവർ കാണാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. അതാ ആ ബിൽഡിങ് ആ കാണുന്നത് അല്ലേ? അതുകൊണ്ട് ആ ബ്രിഡ്ജിൽ നിങ്ങൾ നടന്നു ആ ക്ലോക്ക് ടവർ അടുത്തുനിന്ന് കാണാൻ പറ്റാതായി പോയി. ചേട്ടാ, അപ്പോൾ ഇന്ന് ഇനി അടുത്ത കറക്കം തുടങ്ങാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് മൊത്തം ബെൽഗ്രേഡ് സിറ്റി, ബെൽഗ്രേഡിൻ്റെ എന്തൊക്കെ ലൊക്കേഷൻസ് ഉണ്ടോ അതൊക്കെ, മ്യൂസിയം, അതേപോലെ എന്തൊക്കെയാണ് ഫോർട്രസ്, അത് ഇത് ജഗ പോകാം. ഏതായാലും ഒക്കെ കയറിയിട്ട് നമുക്ക് കാണാമില്ല. ഈ വണ്ടി ഞങ്ങളെടുത്തത് €80 ആണ്. €80 2 ദിവസത്തേക്ക്. അവർ തുടക്കത്തിൽ ഒരുപാട് തവണ പറഞ്ഞു ഇത് സീസണാണ്, ഞങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, മിനിമം 3 ദിവസത്തേക്ക് എടുക്കുകയാണെങ്കിൽ മാത്രമേ വണ്ടി തരുള്ളൂ എന്നൊക്കെയാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഞങ്ങൾക്ക് ശരിക്കും 1 ദിവസത്തെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർ മിനിമം 2 ദിവസത്തിനെങ്കിലും ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ എന്ന് കരുതിയിട്ടാണ് പിന്നെ 2 ദിവസത്തേക്ക് ബുക്ക് ചെയ്തത്. അങ്ങനെ 2 ദിവസത്തേക്ക് €80 അല്ലേ കേട്ടോ? 80. അടിപൊളി കാടാണ്, കാട്ടിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്ര കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് പാർക്കിംഗ് ഫീ $70 കൊടുത്തിരുന്നു. ഇനി ഇവിടെ 250 എന്നാണ് ആ ഒരു പ്രായമായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞത്. അപ്പോൾ പാർക്കിംഗ് ഫീ 70 കൊടുത്തു. ബാക്കി എന്തൊക്കെ ചെയ്യാന്നറിയില്ല, നോക്കട്ടെ. പിന്നെ നല്ല തണുപ്പുണ്ട്, ഏതായാലും പൊളിയായിട്ടുണ്ട് അല്ലേ? ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നത് വെറുതെ ഇല്ല. നല്ല, എനിക്ക് തോന്നുന്നു നല്ല മഴയുള്ള സമയത്താണെങ്കിൽ ഇതിലൂടെ പോവാം. ഇത് വരാനുള്ളത് സ്റ്റോപ്പിക്ക കേവിൽ നിന്ന് ഏകദേശം 10-15 കിലോമീറ്റർ അകലായിട്ടുള്ള ഒരു വാട്ടർഫാൾ കാണാൻ പറ്റും. അതിൻ്റെ കറക്റ്റ് പേര് ഒരു വല്ലാത്ത വായി കിട്ടാത്തൊരു പേരാണ്. അത് ഞാൻ എന്തായാലും ഇവിടെ ടൈറ്റിൽ
ഞാൻ ടൈപ്പ് ചെയ്തിടാം. ബ്ലോഗ് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അത് വായി കിട്ടാത്തൊരു പേര്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് എത്രയാണെന്ന് വെച്ചാൽ പെർ ഹെഡ് 200 കേട്ടോ, ഈ വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 2 ടിക്കറ്റ് എടുത്ത് കണ്ടല്ലേ. ടൈം എന്ത് ഭംഗിയുള്ള സ്ഥലം നോക്കി, അടിപൊളി ഏരിയ. അവിടെ നമ്മൾ വരുന്ന സമയത്ത് എന്തൊക്കെ കുതിര കണ്ടോ, അവിടെ ക്യാമറ കാണുന്നുണ്ടോ അറിയില്ല, ഒരു കുതിരയൊക്കെ ഉണ്ട്. കുതിര സവാരി ഉണ്ടോയെന്ന് അറിയില്ല, അത് നമ്മളിനി തിരിച്ചു വരുന്ന സമയത്ത് ചോദിക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര തണുപ്പ്, ഭയങ്കര തണുപ്പ് അല്ലേ? ഭയങ്കര തണുത്ത വെള്ളം, തണുത്ത കാറ്റും, ഫുൾ തണുപ്പ്. ഓ, ഇവിടെ നിന്നൊക്കെ നല്ല 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 വ്യൂ ഉണ്ട് അല്ലേ ഇവിടെ, കണ്ടില്ലേ ഈ വെള്ളം ഒലിച്ചിട്ട് ഇവിടുന്ന് വരുന്ന ഈ വെള്ളം. ഇപ്പോൾ നമ്മൾ ഇവിടെ പറയാണ്, ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഓക്കെ, അപ്പോൾ പോവാണ്. ചേട്ടാ റെഡി അല്ലേ? പ്രദേശമാണ്, അതായത് മലപ്രദേശത്തൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു സെറ്റല്ലേ. ചേട്ടനെന്ന് നമ്മളെ ഹോസ്റ്റ് കൊണ്ടുവന്ന കോഫി കുടിച്ചില്ല. അത് നമ്മളെ ഈ തുർക്കിഷ് കോഫിയൊക്കെ പോലെ ഭയങ്കര കട്ടിയുള്ള കോഫിയാണ്, അത്രയും സ്ട്രോങ്ങിൽ കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചേട്ടന് തേയില അല്ല ചാപ്പിടി കൊണ്ടുവന്നിട്ടില്ല ഭയങ്കര പാക്കറ്റ്. അല്ലല്ല, നമ്മളേറ്റവും ഫ്രണ്ടില്ല. അല്ലല്ല, ഓ ഇവിടെ തന്നെ നല്ല കാഴ്ചകളുണ്ട് കേട്ടോ. ഇവിടുന്ന് ട്രെയിൻ ഓടുമെന്ന് അറിയില്ല, ഇവിടെ എന്തോന്ന് സൈഡിലെന്തോ നിർത്തിയിട്ടിട്ടുണ്ട്. പഴയ ട്രെയിനിപ്പോൾ ഓടാത്ത ട്രെയിനിൻ്റെ ഭാഗം ഇവിടെ സൂക്ഷിച്ചതാണോ എന്നറിയില്ല. ഏതായാലും ഇവിടെ ഒരു ട്രെയിൻ കാണുന്നുണ്ട്, എന്താ സംഗതിയൊന്നും അറിയില്ല. ഒരു പഴയ ട്രെയിൻ, എനിക്ക് തോന്നുന്നത് വർക്ക് ചെയ്യില്ലാന്ന് തോന്നുന്നുണ്ട്, പഴയ എഞ്ചിനാന്ന് തോന്നുന്നു. ഇത് പഴയ എഞ്ചിനാണ്, പണ്ട് കാലം ഇത് പഴയ ട്രെയിനാണ് കേട്ടോ. കണ്ടില്ലേ ഈ പണ്ട് മറ്റേ ഈ കൽക്കരിയിലൊക്കെ കൂടിയ പോലത്തെ, കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനത്തെ ഒരു ട്രെയിനാണിത്. ഇത് പുതിയ എഞ്ചിനാണെന്ന് തോന്നുന്നു. ഇത് ചിലപ്പം പോകാനാകുമ്പോൾ എടുക്കുകയായിരിക്കും, അല്ലെങ്കിൽ
സ്പീക്കകത്ത് നിന്ന് ആരോ സിഗരറ്റ് വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു വല്ലാത്ത വൃത്തിയായിട്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ഉൾനാടൻ പ്രദേശങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ മെയിൻ സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ സിഗ്നലൊക്കെ വന്നു, ഒരുപാട് വണ്ടികളൊക്കെ വന്നു തുടങ്ങി. അടിപൊളി ഏരിയയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപാരമായ ലോറി. സിഗ്നൽ പച്ചയാണ്, പക്ഷേ ലോറി ഒന്നൊന്നര ലോറിയാണ്. ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം 8:11 കേട്ടോ. ആ നേരം പോകും. സമയം 8:11 കേട്ടോ. എന്തൊരു വിളിച്ചാൽ നോക്കിയേ. അവിടെ നിന്ന് അണ്ടർപാസ് വഴി വന്നു കഴിഞ്ഞാൽ ഇതുവഴി കയറി വരാം. ഇതുവഴി കയറി വന്നു നമ്മൾ ഈ ഓപ്പോസിറ്റ് കാണുന്നത് കേട്ടോ മാർക്കറ്റ്. ഫ്രൂട്ട് മാർക്കറ്റ് എന്ന് വെച്ചാൽ രക്ഷയില്ലാത്ത ഫ്രൂട്ട് മാർക്കറ്റ്. മുളകിന് 70, എല്ലാം കിലോനാട്ടോ. നാട്ടിലെ ഒരു ചന്തയിലുള്ള അവസ്ഥകളൊക്കെ തന്നെ. പിന്നെ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക ചെയ്യുന്നു. And this one we tap the right. Good. Okay. Thank you so much. Okay. അയ്യോ ഇവിടുന്ന് റൈറ്റ്. നമ്മളിപ്പോൾ പോകുന്നത് അടിപൊളി ഇതിൻ്റെ മേലിലൂടെ കേട്ടോ. ഇവിടെ നോക്കിയാൽ മറ്റൊരു വണ്ടി കാണാം. അല്ല ഫ്രണ്ട്സ്, ഇതെനിക്ക് തോന്നുന്നു ഈ രക്തസാക്ഷികൾക്ക് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നുണ്ട്. മനസ്സിലായോ? ആദ്യമായിട്ട് ഇതിനു മുമ്പ് ഇവിടെ വന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ ഒരാളോടും ചോദിക്കില്ല, നിങ്ങളോട് മാത്രമേ ചോദിക്കുള്ളൂ. ഓ
You are from I'm from Turkey. Turkey. traveler? Traveler? Travel, yeah, I'm traveling. Okay, that's Thank you so much. See you. Okay, bye. we are also traveler. Can you make one more?